എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വന്നത് പല സോഴ്സിൽ നിന്നും എനിക്കറിഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉള്ള ചില ഗൂഢസംഘം അവർക്ക് പലർക്കും മുഖ്യമന്ത്രിയാണോ മറ്റു മന്ത്രി ഇങ്ങനെ പല പൊസിഷനിൽ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അത് അവർക്ക് നഷ്ടമാകുന്ന ഒരു സ്റ്റേജാണ് വരുന്നതെങ്കിൽ അവരുടെ എല്ലാ സഹായവും അതീവ രഹസ്യമായി LDFനും BJPക്കും സപ്പോർട്ട് ചെയ്യും എന്നാണ് അറിയുന്നത്. എന്നാൽ ഇവർ ആരും തന്നെ ആ പാർട്ടിയിൽ പ്രത്യക്ഷത്തിൽ പോയി സ്ഥാനമാനങ്ങൾ വാങ്ങില്ല. അതല്ലാത്ത രീതിയിലുള്ള ബെനിഫിറ്റ് അവർ വാങ്ങി. അത് എന്താ ബെനിഫിറ്റ് എന്ന് ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാകും. ഇവർ ഈ ഡൽഹിയിലുള്ള രാഹുൽ ഗാന്ധിയെയും ഖാർഗെയും മൊത്തം വട്ടാക്കി വച്ചേക്കുകയാണ്. ഇവർ രണ്ടുപേരെടുക്കും സത്യങ്ങൾ ഇവർ മറച്ച് വച്ച് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് ഓശാന പാടി നടക്കുകയാണ്. ഒരു പരിധിവരെ 99% രാഹുൽ ഗാന്ധി ഈ സംഘങ്ങളുമായി നല്ല ബന്ധത്തിൽ തന്നെയാണ്. ഈ സംഘങ്ങളെ അങ്ങ് മൊത്തം വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിന് സംഭവിക്കാൻ പോണത് ഈ രീതിയാണെങ്കിൽ കേരളത്തിലും കർണാടകയിലും കോൺഗ്രസ് പച്ച തൊടിയില്ല, തകർന്ന് തരിപ്പണമാകും. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വെന്റിലേറ്ററിലാണ്. ഈ വെന്റിലേറ്റർ എപ്പോൾ എടുത്തു മാറ്റുമെന്നറിയില്ല. എന്നാൽ കുറച്ച് ശേഷിക്കുന്ന സമയമുണ്ട്. ഇനിയെങ്കിലും ഈ രാഹുൽ ഗാന്ധി, ഇത് എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, രാഹുൽ ഗാന്ധിയുടെ വയസ്സും ഈ രാഹുൽ ഗാന്ധിയുടെ ഈ സംസാര ശൈലിയൊക്കെ കേൾക്കുമ്പോൾ ഒരു നേതാവെന്നുള്ള സ്ഥാനത്തിലേക്ക് എത്തപ്പെടാൻ വീണ്ടും വേണം കുറച്ചുകൂടി സമയം. അത് പെട്ടെന്ന് അത് ആർജിച്ചെടുക്കാം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രാഹുൽ ഗാന്ധി ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ചില ഗൂഢസംഘങ്ങളുടെ വലയിൽപ്പെടുകയാണെങ്കിൽ അത് 1 വർഷം കൊണ്ടൊന്നും മതിയാവില്ല. അതിന് കുറഞ്ഞത് 25 വർഷം. അത് രാഹുൽ ഗാന്ധി 75 വയസ്സാകുമ്പോൾ മാത്രമേ ആ ഒരു ലെവലിലെത്താൻ പറ്റൂ. ഇതിലേറ്റവും വലിയ ഒരു തമാശ എന്താണ്, ഈ രാഹുൽ ഗാന്ധി പണ്ട് വിമർശിച്ച ഒരു വ്യക്തി, അതായത് ചൗക്കിദാർ എന്ന് പറയുമായിരുന്നു, ചോർ എന്ന് പറയും, ഇങ്ങനെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് രാഹുൽ ഗാന്ധി കൊടുക്കുന്നു. നല്ല കാര്യമാണ്, അത്രയ്ക്ക് ബുദ്ധിയുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ചെയ്തത് ഈ തരൂറിനെ ചവിട്ടുക, തരൂറിനെ മാറ്റി നിർത്തുക. അത് കേരളക്കാരുടെ ഒരു ആവശ്യമായിരുന്നു. അത് അങ്ങേയറ്റം വരെ രാഹുൽ നടപ്പാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ രാഹുലിനെ അവരുടെ ആ ഒരു ദൗത്യ സംഘത്തിൽ പെടുത്തിയപ്പോൾ അതിന് ഒബ്ജക്ഷൻ ചെയ്തത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങ് സമ്മതിച്ചു. തരൂറിൻ്റെ കഴിവെന്താണെന്ന് BJPക്ക് അറിയാമെങ്കിലും കോൺഗ്രസ്സിൽ ആർക്കും അറിയാതെയായിപ്പോയി. അതുകൊണ്ട് അറിയുന്നവർ അറിയാത്ത കണക്ക് നടിക്കുന്നു. അങ്ങനെ തരൂരിനെ ഒന്ന് ഒതുക്കി. പിന്നെ വന്നത് ഒതുക്കേണ്ടവരാണ് സുധാകരൻ. സുധാകരനെ ഒതുക്കിയത് വളരെ ടെക്നിക്കലായിട്ടായിരുന്നു. സുധാകരൻ പാർട്ടി അങ്ങേറ്റം വിശ്വസിച്ച് ഇപ്പോഴും ആ വിശ്വാസം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ബട്ട് അദ്ദേഹത്തെയും അവസാനം നേതൃത്വം വഞ്ചിച്ചു. ഇതെല്ലാം ഇതിൻ്റെ മുഖ്യ കാരണക്കാരൻ രാഹുൽ ഗാന്ധി തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലേ,
ഇപ്പോൾ ഈ ഗാർഗെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വയസ്സായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇത്രയ്ക്കേ പറ്റത്തുള്ളൂ, തൻ്റെതായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇതിനാകെ ഒരു കച്ചിത്തുരുമ്പായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ കോൺഗ്രസ് കേരളത്തിലാണ്. അതും ഇവരിപ്പോൾ അടുത്ത ഇലക്ഷൻ അതങ്ങ് തീർത്തു കൊടുക്കും. കാരണം ഈ LDF വേണ്ടി വീണ്ടും തുടർപദം കിട്ടുന്നതിൽ ഇത് ചിലവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഇവിടെ ഒന്നും കോൺഗ്രസ് സ്ഥാനമാനം കിട്ടിയില്ലെങ്കിൽ മറ്റപ്പുറത്തുനിന്നെങ്കിലും കിട്ടണം. അതിനിവരെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതെല്ലാം അവർ ചെയ്യും. അതിനുള്ള ബെനിഫിറ്റ് അവർ വാങ്ങുകയും ചെയ്യും. സോ രാഹുൽ ഗാന്ധിയോട് ഒന്ന് പറയാനുള്ളത്, വീണ്ടും പറയുന്നു, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മൊത്തം വെന്റിലേറ്ററിലാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ശ്വാസം നിൽക്കും. എന്നാൽ ഈ വിൻഡിൽ നിന്ന് തന്നെ നല്ല കഴിവുള്ള ഡോക്ടർമാർ വരുത്തിയാൽ അത് ഭേദമാക്കി ഈ വെന്റിലേറ്റർ മാറ്റി പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് വരാം. 100% അടുത്ത ഭരണം കോൺഗ്രസ്സിനിവിടെ ഉറപ്പിക്കാൻ പറ്റും. എന്നാൽ ആ ഒരു ഉറപ്പ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഉള്ള ശൃംഖല പോരാ. ഇതെല്ലാം ഈ ശിങ്കിടികൾ തരികിട ശിങ്കിടികളാണ്. ഇതിനെന്തോ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ല. പറ്റിക്കൽ ഗൂഢ സമിതികളാണിതൊക്കെ. എന്നാൽ കഴിവുള്ളവരുണ്ട്. ഇവരെല്ലാം ചെയ്യുന്നത് തുടക്കം മുതൽ ജന്മന കോൺഗ്രസിൻ്റെ കൊടി പിടിച്ച് നടന്നവരെ വഞ്ചിക്കലാണ്. ഇപ്പോൾ ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വലിയ വഞ്ചന നടന്ന അവരെ കൊണ്ട് ആ ത്രിവർണ്ണ പതാക കയ്യിൽ പിടിക്കാത്ത ലെവൽ ഇവർ വരുത്തി തീർക്കുകയാണ്. ആരാണ് ഇവർക്ക് നേട്ടം ചെയ്തുകൊണ്ട്? ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കോൺഗ്രസ് ശരിക്കും അവർ പ്രവർത്തിക്കുന്നത് LDF BJP വേണ്ടിയാണ്. അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി. അവർ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അല്ല. ഈ ഒരു വസ്തുത ഇന്നും ആ രാഹുൽ ഗാന്ധി എന്നുള്ള മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. കഷ്ടമായിപ്പോയി. സ്വന്തം തന്ത പോലും ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചതാണ്. മുത്തശ്ശി വരെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. ആ ഓർമ്മ പോലും ആ മോനില്ലാതായപ്പോൾ ദുഃഖിക്കാനേ പറ്റൂ. വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളൊക്കെ ജന്മം കൊണ്ട് ഞങ്ങളുടെ ഫാദേഴ്സ് അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. ഇന്നും അതിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ന് ഇവിടെ കാട്ടിക്കുന്ന ഈ കോമാളിത്തരങ്ങൾ എന്നെപ്പോലുള്ള പലരും മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒരു പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു. സോ അവസാനമായി ഒരു റിക്വസ്റ്റൂടെ രാഹുലിനോട് പറയുന്നു. രാഹുൽ ഗാന്ധിയിൽ ഇപ്പോൾ ചുറ്റിപ്പറ്റിക്കുന്നൊരു ഈഗോ ഉണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ ഈഗോ വയ്ക്കുന്നത്? നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈഗോ എടുത്ത് കളയുക മനസ്സിൽ നിന്ന്. നിങ്ങളുടെ പിതാവിനെ ഓർക്കുക, നിങ്ങളുടെ ഗ്രാൻഡ് മദറിനെ നോക്കുക, നിങ്ങളുടെ പൂർവികരെ ഓർക്കുക. അവരെല്ലാം കോൺഗ്രസിൻ്റെ ലേബിളിൽ ജീവിച്ചവരാണ്, അതിൽ പ്രവർത്തിച്ചവരാണ്, അതിനുവേണ്ടി മരിച്ചവരാണ്. ഈ ഒരു ഓർമ്മ രാഹുൽ ഗാന്ധി താങ്കൾ ഉണ്ടാകണം. ഇറ്റ് വെരി ഷെയിം ഓൺ യുവർ പാർട്ട്. യു ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്. Don't believe the people who are coming around you. You listen them, but take the decision in right way. അവിടെ ഡൽഹിയിൽ മാത്രം ഇരുന്നാൽ പോരാ, നിങ്ങൾ കേരളത്തിലും വന്ന് നിങ്ങളുടെ ആൾക്കാരെ വയ്ക്കണം, നോക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ ശിങ്കിടികൾ കാണുമല്ലോ. അവിടെ ഇവിടുത്തെ കംപ്ലീറ്റ് റിപ്പോർട്ടുകൾ നിങ്ങൾ എടുക്കുക. അതനുസരിച്ച് യു പ്ലാൻ ഇറ്റ്. അല്ലാതെ ഇവിടെ വന്ന് നാളെ ഇപ്പോൾ ആകെ ഉള്ളൊരു മുഖ്യമന്ത്രി, എത്ര പേർക്ക് മുഖ്യമന്ത്രി കൊടുക്കാൻ പറ്റും? ഒരാൾക്കല്ലേ പറ്റൂ, എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. ബട്ട് ഈ സ്ഥാനമോഹികൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ പേരും പറഞ്ഞ് ഈ പ്രസ്ഥാനത്തെ നശിക്കാതിരിക്കുക, നശിപ്പിക്കരുത്. നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ കപട സംഘങ്ങളോടൊന്ന് പറയുകയാണ്,
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് പാർട്ടി പോയാലും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു സ്ഥാനമാണ്, ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ചെയ്ത കോമാളിത്തരങ്ങൾ ഒന്ന് മാറ്റിവെക്കുക, നല്ല കോൺഗ്രസ്സുകാരനാക്കുക. നിങ്ങൾ ആരെയൊക്കെ തഴയുന്നോ, ആരെയൊക്കെ ഒഴിവാക്കുന്നോ, നിങ്ങൾ അവരിലേക്ക് എത്തപ്പെടണം. അവരെയും കൂടെ ഒപ്പം കൂട്ടുക. 100% നിങ്ങൾ വിജയിക്കും. കോൺഗ്രസ് ഇവിടെ നിലകൊള്ളും. ആ ഒരു സ്റ്റേജ് ഉണ്ടാക്കുക. ഇതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.